ജാതകം ഭാഗം 5. അപ്പം എങ്ങനെയാ സേട്ടാ, തുടങ്ങുകയല്ലേ? അവരെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞുകൊണ്ട് അതിലൊരുത്തൻ്റെ മൂക്കിനിട്ട് കിരൺ പഞ്ച് ചെയ്തു. അവൻ മലർന്നടിച്ച് നിലത്ത് വീണു. അടി തുടങ്ങിയത് കണ്ട കിരണിൻ്റെ കൂട്ടുകാരനായ ACP വിശ്വപ്രസാദും കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അവനെ കൂടെ കണ്ടതും കൂടി നിന്ന എല്ലാത്തിൻ്റെയും മുട്ടുകാലു വിറയ്ക്കാൻ തുടങ്ങി. വിശ്വയും കിരണും ചെറുപ്പം മുതലുള്ള കൂട്ടുകാരായിരുന്നു. സിവിൽ സർവീസ് പരീക്ഷ രണ്ടാളും ഒരുമിച്ചാണ് പഠിച്ചതും എഴുതിയതുമെല്ലാം. വിശ്വക്ക് പോലീസ് ഫീൽഡും കിരണിന് IAS ഫീൽഡിനോടുമായിരുന്നു താല്പര്യം. കയ്യിൽ കിട്ടുന്ന ഇരയെ വെറുതെ വിടുന്ന ശീലം വിശ്വയ്ക്കില്ലായിരുന്നു. അവൻ്റെ ഓരോ ഇടിയും ഒന്ന് ഓർത്തു വെക്കേണ്ടത് തന്നെയായിരുന്നു. അത് അവർക്കൊക്കെയും അറിയാം. ഒരു പോലീസ് ഓഫീസറും കളക്ടറും മുന്നിൽ ഒരുമിച്ച് വന്നു നിന്നത് അവരിൽ ഭയം സൃഷ്ടിച്ചു. എങ്കിലും അവർ അവരോട് പൊരുതാൻ തീരുമാനിച്ചു. വാങ്ങിയ പൈസയ്ക്ക് കൂറ് കാണിക്കണമല്ലോ. പിന്നെ അവിടെ അരങ്ങേറിയത് സിനിമകളിലെ ആക്ഷൻ സീനുകളെ വെല്ലുന്ന പ്രകടനമായിരുന്നു. ആ ഗുണ്ടകളിൽ പലരും പല വഴിക്കോടി. ചെറിയ ചില പരിക്കുകൾ ഇരുവർക്കും ഉണ്ടായിരുന്നെങ്കിലും അവർ രണ്ടുപേരും അത് ശ്രീയിൽ നിന്നും മറച്ചുവെച്ചു. നിന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ല അവർ വീണ്ടും ഉപദ്രവിക്കാൻ വരുന്നുണ്ടെങ്കിൽ പറയണമെന്ന്. പിന്നെ എന്താ നീ പറയാതെ നിന്നേ? എല്ലാത്തിനെയും അടിച്ചു പഞ്ചറാക്കി ഓടിച്ചു കഴിഞ്ഞ് ശ്രീയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവളോട് ദേഷ്യത്തോടെ കിരൺ ചോദിച്ചു. അന്ന് അവരെ നല്ലോണം വിരട്ടി അയച്ചതുകൊണ്ട് ഇനി അവർ ഉപദ്രവിക്കില്ല എന്ന് കരുതി. അതാ ശ്രീ പറഞ്ഞു. എന്നിട്ട് വീണ്ടും അവർ വന്നില്ലേ? കിരൺ അവളോട് ചോദിച്ചു. വിശ്വ, നാളെ തന്നെ ഇവന്മാരെയൊക്കെ കസ്റ്റഡിയിലെടുക്കണം. എന്നിട്ട് വേണം നല്ലോണം അങ്ങ് പെരുമാറാൻ. പിന്നെ ആ മന്ത്രിക്കിട്ടും കൊടുക്കണമെന്ന്. എന്താ നീ കൂടില്ലേ? കിരൺ വിശ്വക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. പിന്നല്ലാതെ, എല്ലാം അങ്ങ് പറയുന്ന പോലെ, വിശ്വ തമാശയോടെ പറഞ്ഞു. അവൻ്റെ സംസാരം കേട്ടപ്പോൾ ശ്രീയോടും അച്ഛനോടും ചിരിച്ചുപോയി. ഞാൻ കൊണ്ടുവിടാം, വാ കയറ്. കിരൺ ശ്രീയുടെ വണ്ടിയിലും വിശ്വ അവരുടെ വണ്ടിയിലും കയറി. ശ്രീയെയും അച്ഛനെയും സുരക്ഷിതമായ വീട്ടിൽ എത്തിച്ചു കിരൺ വിശ്വയോടൊപ്പം അവൻ്റെ വീട്ടിലേക്ക് പോയി. ഇതേ സമയം ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിന് മുന്നിൽ കണ്ണീരോടെ ഇരിക്കുകയായിരുന്നു വിവേക്.